നമ്മുടെ രാജ്യത്തെ നിർഭയനായ ഒരു മതനേതാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഹർഷത് മദനി എന്ന് പറയുന്ന ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വം നൽകുന്ന ഒരു മനുഷ്യനാണെന്ന് പറയും. അദ്ദേഹം പല കാര്യങ്ങളും വളരെ നിർഭയമായി പറയേണ്ട രീതിയിൽ പറയേണ്ട സ്ഥലത്ത് അൺകോംപ്രമൈസ്ഡായി വളയാതെ നിവർന്നു നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ആളുകൾ തന്ത്രപരമായി കാശുള്ളവനെ നോക്കി അധികാരമുള്ളവനെ നോക്കി വളഞ്ഞും തിരിഞ്ഞുമൊക്കെ സംസാരിക്കുന്ന കാലത്ത് വളരെ നിർണായകമായ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് എനിക്ക് കിട്ടുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ പശ്ചിമ ബംഗാളിലൊക്കെ അതുപോലെ ബീഹാറിലുമൊക്കെ ഓരോ മനുഷ്യരെ പശുവിറച്ചി സൂക്ഷിച്ചു അല്ലെങ്കിൽ അതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കൊല്ലുകയും തകർക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തപ്പോൾ ഇത്തവണ പശ്ചിമ ബംഗാളിൽ ചില ആളുകൾ തന്ത്രപരമായ ചില നിലപാടുകൾ സ്വീകരിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഈ മുസ്ലിം വിശ്വാസികളങ്ങ് പശുവിൻ്റെ സംരക്ഷകരായി മാറി. പശുവിനെ വിൽക്കാൻ കൊണ്ടുവരുന്ന മറ്റിതര സമുദായത്തിൽപ്പെട്ടവരോട് ഒരിക്കലും നിങ്ങളിതിനു വേണ്ടി വിൽക്കരുത്, അറുക്കാൻ കൊടുക്കരുത്, അത് മോശമാണ്, നിങ്ങളുടെ ദൈവമാണ് എന്ന് മടക്കി അയച്ച് പശ്ചിമബംഗാളിലെ പല ഗ്രാമങ്ങളിലും വിഷയമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ വളരെ വിചിത്രമായ എന്നാൽ അഭിനന്ദനാർഹമായ ഒരു നിർദ്ദേശവുമായിട്ടാണ് ഹർഷത് മദനി രംഗത്ത് വന്നിരിക്കുന്നത്. കേൾക്കാം. गाय के नाम के ऊपर बाबा कत्ल कर रहे हो लोगों को, किस लिए कत्ल कर रहे हो? तुम कहते हो कि गाय को मत ज़बा करो, मैं कहता हूं एक कदम आगे बढ़कर मत ज़बा करो. मैं मुतालबा करता हूं तुमने जिस तरह मोर को नेशनल बर्ड बना रखा है, मैं मुतालबा करता हूं गाय से मजहब हिंदू का जुड़ा हुआ है, तुम उसको नेशनल जानवर बनाओ. जो बेचता है कसाई को वो भी मुजरिम है, जो खरीदता है वो भी मुजरिम है, जो खाता है वो भी मुजरिम है, जो ज़िबा करता है वो भी मुजरिम है. हम तुम्हारे साथ हैं, क्यों नहीं करते हो? बेबस लाचार लोग हैं. जहां मिल गए हरिजन है, मरी हुई गाय को बुला कर खिलाए हैं, उसके चमड़े को उतार पीट पीट करके मार दिया और कोई पूछने वाला नहीं है. हमने ये मुतालबा किया. हम कहते हैं, दावा करते हैं, मुतालबा करते हैं कि गाय को मोर की तरह नेशनल बर्ड है वो, इसको नेशनल जानवर बनाओ और हर सतह पर जहां गाय के साथ जुल्म हो उसको पकड़ करके फांसी के तख्ते पर चढ़ा दो. हमारा मुतालबा सबका मुश्तरक मुतालबा है. हम मुतालबा करते हैं कि गाय को कौमी जानवर बनाओ. आप सब लोग खड़े हो इस मुतालबे के अंदर. हम सब मुतालबा करते हैं कि गाय को कौमी जानवर बनाओ. जो बेचता है उसे भी पकड़ो, जो खरीदता है उसे भी पकड़ो, जो खाता है उसे भी पकड़ो. मुजरिम है, हर शख्स को मुजरिम बनाओ, सिर्फ निहत्तों को नहीं. हम अपने इस मुतालबे को हुकूमत तक पहुंचाना चाहते हैं. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ? ഈ ഗോമാതാവിനെ ഒരു ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം. ഗോമാതാവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചാൽ പിന്നെ ഈ കാണുന്ന വഴക്കും അടിയും കൊലയും ഒന്നും ഉണ്ടാവില്ല. അതിനെ സംരക്ഷിക്കും, അതിനെ പൂജിക്കും, വേണമെങ്കിൽ അതിനെ സല്യൂട്ടടിക്കും, അതിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അതോടുകൂടി ഈ പശു എന്ന് പറയുന്ന ഒരു മൃഗം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുകയും അതൊരു ദേശീയ മൃഗമായി മാറുകയും അതിനെ വാഴ്ത്തപ്പെടുകയും വേണ്ടി വന്നാൽ രാജ്ഭവൻ്റെ മുന്നിലും പിന്നെ ഏതെങ്കിലും വിദേശ രാജ്യത്തു നിന്ന് പ്രതിനിധി സംഘമോ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഒക്കെ വരുമ്പോൾ നമ്മുടെ അശ്വരൂഢ സേന എന്നൊക്കെ പറയുന്ന സേനയ്ക്ക് പകരം പശുക്കളെ നിരത്തി നിർത്തി നമുക്ക് പരേഡുമൊക്കെ നടത്തി പുതിയൊരു രാജ്യക്രമം സൃഷ്ടിക്കാം. അവിടെ ഗോമാതാവ് ആരാധിക്കപ്പെടും, ഗോമാതാവ് വന്ദിക്കപ്പെടും, ഗോമാതാവ് പൂജിക്കപ്പെടും. അങ്ങനെ വന്ദിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, പൂജിക്കപ്പെടുന്ന ഒരു രാജ്യമായി മാറണമെങ്കിൽ അതിന് എവിടെയെങ്കിലും കുറച്ച് മനുഷ്യരെ കൊന്നതുകൊണ്ടോ ഇടിച്ചു നിരത്തിയതുകൊണ്ടോ ഒന്നും സാധ്യമാവില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും മുൻകൈയെടുത്ത്
പശുവിനെ, ഗോമാതാവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്നാണ് അർഷദ് മദനി പറയുന്നത്. അർഷദ് മദനിയുടെ ആ നിർദ്ദേശം എനിക്കും വലിയ സ്വീകാര്യമായി തോന്നി. നല്ലൊരിതാണ്, അങ്ങനെ ചെയ്യുക തന്നെ വേണം.